രാജ്യത്തും ലോകത്തിന്റെ ചില ഭാഗങ്ങളിലും കോവിഡ് രോഗം വ്യാപിക്കുന്നു എന്നുള്ള വാർത്തകൾ വീണ്ടും വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന് തൊട്ടു മുമ്പാണ് കോവിഡ് മഹാമാരി അതിന്റെ ഉച്ചസ്ഥായിയിൽ ആയിരുന്നത്. 2020, 2021 വർഷങ്ങളിൽ രാജ്യത്തുണ്ടായ മരണനിരക്കുകളുടെ വൈരുദ്ധ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. സർക്കാർ കണക്കുകൾ അനുസരിച്ച് മഹാമാരി വ്യാപനം ഏറ്റവും രൂക്ഷമായ സമയത്ത് കോവിഡ് മൂലം 3,30,000 മരണങ്ങളാണ് ഉണ്ടായത്. മൊത്തം ജനസംഖ്യയുടെ ബാഹുല്യം കണക്കിലെടുക്കുമ്പോൾ ഈ നിരക്ക് അത്ര വലുതല്ല എന്നുണ്ടെങ്കിലും കോവിഡ് കൈകാര്യം ചെയ്യുന്നതിൽ നമ്മുടെ പ്രകടനം പല രാജ്യങ്ങളെക്കാൾ മെച്ചമാണ് എന്നുള്ള ഒരു പ്രതീതി ഇത് സൃഷ്ടിക്കുക തന്നെയാണ്. ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മെയിനിനടിച്ചു നിൽക്കുകയായിരുന്നു ഇന്ത്യൻ സർക്കാർ. സർക്കാരിന്റെ ഈ അവകാശവാദങ്ങളെ സംശയാസ്പദമാക്കുന്നതാണ് അടുത്തിടെ പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ. ആധികാരികമായി ആശ്രയിക്കാവുന്ന സർക്കാരിന്റെ സെൻട്രൽ രജിസ്ട്രേഷൻ സിസ്റ്റം, സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം, മെഡിക്കൽ സർട്ടിഫിക്കേഷൻ ഓഫ് കോസ് ഓഫ് ഡെത്ത് എന്നിവയിൽ നിന്നുള്ള പുതിയ വെളിപ്പെടുത്തലുകളാണ് നേരത്തെയുള്ള കണക്കുകളിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന വ്യത്യാസം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. കോവിഡ് കാലത്ത് പുറത്തു വന്ന മരണനിരക്കിനെ കുറിച്ച് സംശയിക്കാൻ നിരവധി കാരണങ്ങൾ ഉണ്ടായിരുന്നു. ആശുപത്രികളിൽ എത്തുന്ന രോഗികളുടെ എണ്ണം കൂടുതൽ, അതേസമയം ചികിത്സയ്ക്കായി കിടക്കകൾ ലഭ്യമാക്കാത്ത സാഹചര്യം, മൃതദേഹങ്ങൾ കുന്നുകൂടിയ ശ്മശാനങ്ങൾ, സംസ്കരിക്കുന്നതിന് മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വന്ന സ്ഥിതി, നദീതീരങ്ങളിൽ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്ന ദൃശ്യങ്ങൾ, നദികളിൽ മൃതദേഹങ്ങൾ ഒഴുകിയത് എന്നിവയൊന്നും നമുക്ക് മറക്കാൻ കഴിയുന്ന കാഴ്ചകളല്ല. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലുകൾ പ്രകാരം മരണസംഖ്യ സർക്കാർ അവകാശപ്പെടുന്നതിനേക്കാൾ വളരെ കൂടുതലായിരുന്നുവെന്ന് അന്ന് തന്നെ വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു. ലോകാരോഗ്യ സംഘടനയാകട്ടെ ഏകദേശം 47 ലക്ഷം മരണമാണ് ഇന്ത്യയിൽ ഉണ്ടായത് എന്ന് പറയുകയുമുണ്ടായിരുന്നു. ഇതാകട്ടെ സർക്കാരിന്റെ അവകാശവാദങ്ങളുടെ 10 മടങ്ങിലും അധികവുമാണ്. ഇതെല്ലാം സർക്കാർ നിഷേധിക്കുകയും ബോധപൂർവം അധിക കണക്ക് പ്രചരിപ്പിക്കുകയാണ് എന്നും കുറ്റപ്പെടുത്തുകയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ CRSൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പുതിയ വിവരങ്ങൾ പ്രകാരം 2021 രജിസ്റ്റർ ചെയ്ത മരണങ്ങളുടെ എണ്ണം 1,02,24,506 ആണ്. 2020 ഇത് 81,15,882 ആയിരുന്നു. അതായത് 2021 മുൻ വർഷത്തെ അപേക്ഷിച്ച് 21,08,624 മരണങ്ങൾ കൂടുതലുണ്ടായി. 1000 ജനങ്ങളിൽ ഇത്ര മരണം എന്ന നിലയിൽ ശരാശരി നിരക്ക് കണക്കാക്കുന്ന സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റത്തിന്റെ കണക്കുകളും ഇതും വ്യത്യാസം കാണിക്കുന്നതാണ്. SRS കണക്കുകൾ പ്രകാരം 2021 1007 മരണനിരക്ക്. 2020 6 ആയിരുന്നു. അത് 1.5% വർദ്ധിച്ചു എന്നർത്ഥം. 2014 മുതൽ 19 വരെയുള്ള മരണനിരക്ക് പരിശോധിക്കുമ്പോൾ ഇത് ശരാശരി 6.35 ആയിരുന്നു. വിവിധ കാരണങ്ങളാൽ കാലാകാലങ്ങളിൽ മരണനിരക്കിൽ നേരിയ വ്യതിയാനം സംഭവിക്കാമെങ്കിലും 2020-21 വർഷങ്ങളിലെ ഗണ്യമായ വർധനവ് ഗൗരവത്തോടെ പരിഗണിക്കേണ്ടത് തന്നെയാണ്. അധിക മരണങ്ങൾ വളരെയധികം സംഭവിക്കണമെങ്കിൽ ഏതെങ്കിലും പ്രകൃതി ദുരന്തം, അല്ലെങ്കിൽ യുദ്ധം, അതുമല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായ സംഭവം എന്നിവ പോലുള്ള പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാകേണ്ടതാണ്. 2020-21 വർഷങ്ങളിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരേ ഒരു സംഭവം കോവിഡ് മഹാമാരിയായിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ 2020-21 വർഷങ്ങളിലെ അധിക മരണങ്ങൾക്ക് കാരണം COVID-19 ആണ് എന്നുള്ളത് വ്യക്തവുമാണ്. കൂടാതെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളുടെ പിശകുകളുടെ വിശകലനം 2022 എന്ന പേരിൽ 2024 സെപ്റ്റംബർ 17 സ്പ്രിംഗർ നേച്ചർ ലിങ്കിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളിൽ രജിസ്റ്റർ ചെയ്യുന്ന മരണങ്ങളുടെ യഥാർത്ഥ കാരണങ്ങൾ ബാധിക്കുന്നത് കൃത്യമായി അല്ല എന്നും മരണകാരണം സൂചിപ്പിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളിൽ 50 മുതൽ 60% വരെ തെറ്റാണ് എന്നും പ്രസ്തുത ലേഖനത്തിൽ വ്യക്തമാക്കുന്ന കാര്യം തന്നെയാണ്. മരണകാരണം വ്യക്തമാക്കേണ്ട ഇടത്ത് കൃത്യമായ വിവരങ്ങൾ നൽകുന്നില്ല എന്നത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. മരണത്തിന്റെ അടിസ്ഥാന കാരണം എന്നത് മരണത്തിലേക്ക് നേരിട്ട് നയിച്ച രോഗമോ പരിക്കോ അല്ലെങ്കിൽ മാരകമായ പരിക്കിന് കാരണമായ അപകടത്തിന്റെയോ ആക്രമണത്തിന്റെയോ സാഹചര്യങ്ങളോ ആയിരിക്കണമെന്ന് ലോക ആരോഗ്യ സംഘടന കൃത്യമായി നിർവഹിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഉടനടി ഉണ്ടാകുന്ന മരണത്തിന്റെ കാരണമായി അതിലേക്ക് നേരിട്ട് നയിച്ച രോഗമോ അവസ്ഥയോ ആണ് രേഖപ്പെടുത്തേണ്ടത് എന്നും WHO പറയുന്നുമുണ്ട്. നിർദ്ദിഷ്ട മരണനിരക്കും രോഗപ്രവണതകളും കണ്ടെത്തുന്നതിനും വിവിധ ആരോഗ്യ പരിപാടികളുടെ നിരീക്ഷണത്തിനും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും ആരോഗ്യ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിനും മരണകാരണങ്ങളെ കുറിച്ചുള്ള ശരിയായ വിവരങ്ങൾ നൽകേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. ഇത് മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളിൽ രേഖപ്പെടുത്തേണ്ടതുമായിട്ടുണ്ട്. അത് നിർബന്ധമാണ്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഗവേഷകർ അവരുടെ ആരോഗ്യപരമായ സിദ്ധാന്തങ്ങളും ആശയങ്ങളും രൂപപ്പെടുത്തുന്നത്. ഇത് ഉപയോഗിച്ച് സാമൂഹികവും സാമ്പത്തികവുമായ പ്രവണതകൾ പഠിക്കാനും രോഗവ്യാപനം കണ്ടെത്താനും പാരിസ്ഥിതിക മാറ്റങ്ങൾ നിരീക്ഷിക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ്. തീരുമാനമെടുക്കൽ പ്രക്രിയയിലും ഈ വിവരങ്ങൾ സഹായകമാകും എന്നത് ഏവർക്കും അറിയാം. നടത്തിയതും നടത്തുന്നതുമായ ഗവേഷണങ്ങൾ ആധികാരികമാണ് എന്ന് സ്ഥിരീകരിക്കാനും ഇത് ഉപയോഗപ്രദമാകുന്നുണ്ട്. വിവരങ്ങൾ മുൻവിധികളോ രാഷ്ട്രീയ പരിഗണനകളോ ഇല്ലാത്തതായിരിക്കണം. യഥാർത്ഥ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വസൂരി, പോളിയോ എന്നിവ ഇല്ലാതാക്കുന്നതിൽ നാം വിജയം കൈവരിച്ചത് എന്നതും ക്ഷയരോഗത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് എന്നും മനസ്സിലാക്കേണ്ട കാര്യമാണ്.
വ്യാജമായ വിവരങ്ങൾ അഥവാ കുറഞ്ഞ മരണനിരക്കുകൾ എന്നത് നമുക്ക് ആത്മസംതൃപ്തി നൽകിയേക്കും. എന്നാൽ ഇത് തെറ്റായ ആസൂത്രണത്തിലേക്ക് നയിക്കുന്നതിന് ഇടയാക്കും എന്നുള്ളത് തീർച്ചയാണ്. പ്രത്യേകിച്ച് COVID-19 പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ കണക്കുകളുടെ വ്യാജ നിർമ്മിതി പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുന്നതിലെ പോരായ്മകൾക്ക് കാരണമാവുകയും അതുകൊണ്ട് തന്നെ തെറ്റായ ഏത് വിവരവും ഭാവിയിലേക്കുള്ള ആസൂത്രണത്തിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയുമാണ് ചെയ്യുന്നത്.